അമ്മേ വേണ്ട, അഖിലെ വേണ്ട. ഏട്ടത്തി അമ്മേ വേണ്ട, വേണ്ട അമ്മേ. അഖിലേ, നീ എന്തായി കാണിക്കുന്നത്? വേണ്ട. അയ്യോ ചേച്ചി വേണ്ട. അഖിലേ പ്ലീസ്, ലോഡ് ചെയ്ത് തോക്കാണ്. ആരും തടുക്കാൻ വരണ്ട. ഇത് അഭിമാനത്തിനും വാശിക്കുമിടയിൽ അമ്മയും മകനും തമ്മിലുള്ള അഗ്നിപരീക്ഷണം. എത്ര പറഞ്ഞാലും കേൾക്കാത്ത താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാശി പിടിക്കുന്ന ഇവൻ കാണിക്കുന്ന നെറികേടുകളാണ് തെറ്റെങ്കിൽ ഒരു ബുള്ളറ്റ് ഇവന്റെ ജീവൻ എടുക്കണം. അതല്ല, കുടുംബത്തിന്റെ ഐശ്വര്യവും അന്തസ്സും അഭിമാനവുമാണ് എല്ലാത്തിലും വലുതെന്ന് വിശ്വസിക്കുന്ന ഈ അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഈ തോക്കിലെ ബുള്ളറ്റ് എന്റെ തലച്ചോറ് ചിതറിച്ചാലും മതി. നിന്നെപ്പോലൊരു പിഴച്ച ജന്മത്തെ ചുമന്ന് പ്രസവിച്ചതിന് ഞാനാ ഇപ്പം മരിക്കാൻ പോകുന്നത്. അമ്മ വേണ്ട. അമ്മ വേണ്ട. അമ്മ പ്ലീസ്. അമ്മ പ്ലീസ്. വേണ്ട അമ്മ പ്ലീസ്. അഖിലേ വേണ്ട, ഇത് തോക്കാണ്, ഡേഞ്ചറസ്. ഏട്ടത്തി പ്ലീസ്. ഞാൻ എന്റെ അറിയുന്ന ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കണം. ആ അർജന്റ് ആണ്, അതുകൊണ്ടാ. ഓക്കേടാ. എന്തായി? ഒന്നും ആയിട്ടില്ല. AB നെഗറ്റീവ് ഉണ്ടായിരുന്ന ഒരാള് ഇപ്പൊ ജോൺ ടീസിന്റെ ട്രീറ്റ്മെന്റില. അല്ല, കമ്പനിന്ന് റിപ്ലൈ ഒന്നും വന്നില്ലേ? വന്നു. AB നെഗറ്റീവ് ഗ്രൂപ്പുള്ള ഒരാൾ പോലും ഇല്ല. ഇപ്പൊ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവര് ശരിയാക്കും, പക്ഷെ എപ്പോഴാവോന്ന് പറയാൻ പറ്റില്ല. വലിയ കുഞ്ഞെ, ബ്ലഡ് കിട്ടിയ എന്താ രണ്ടാക്കും ഒരു വല്ലായ്മ? അത് റെഡിയാവും ദാസേട്ട. ദാസേട്ടൻ വിഷമിക്കാതിരിക്കെ, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ചേച്ചിയെ കാണണം അച്ഛാ, എനിക്ക് ചേച്ചിയെ കാണണം. എന്താ കരയുന്നേ? അയ്യേ, കണ്ണുടക്കേ. ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. ദേ, അച്ഛനെ സമാധാനിപ്പിക്കേണ്ട നീ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? കരയല്ലേ, നല്ല കുട്ടിയല്ലേ. ബ്രോ അർജന്റ് ഒന്ന് വിളിക്ക് ബ്രോ. വിളിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. അമ്മേ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ദേവതയൊന്നുമല്ല ദാസേട്ട, സാധാരണ മനുഷ്യ സ്ത്രീയാ. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അമ്പരപ്പും കൺഫ്യൂഷനും ഒക്കെ എനിക്കും ഉണ്ടാവും. അത് മാറുമ്പോ ഞാനും ഒരമ്മയാ. പെൺകുട്ടികളില്ലെങ്കിലും 2 ആൺമക്കളുള്ള ഒരമ്മ. ഒരു രക്ഷകർത്താവിന്റെ വേദന എനിക്ക് മനസ്സിലാവും. കല്യാണിക്ക് രക്തം നൽകാൻ ഞാനുണ്ട്. ദാസേട്ടൻ ഡോക്ടറെ വിളിക്ക്, ഞാൻ റെഡിയാ. ഭഗവാനെ, ആ കല്യാണി ഒരു പാവം. ഈ അപകടത്തിൽ നിന്നും അവള് രക്ഷപ്പെടണം. പണം എത്ര വേണമെങ്കിലും മുടക്കാം, പക്ഷെ പണം കൊണ്ടൊന്നും ആവില്ലല്ലോ. ഇവിടെ പണത്തേക്കാൾ അത്യാവശ്യം അവിടുത്തെ കൈത്താങ്ങും അനുഗ്രഹമാ.
മാളികേറിയവനും തെരുവിൽ മാറാപ്പ് ചുമക്കുന്നവനും നീയേ ഉള്ളൂ ഒരു തുണ. കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ അവളൊരു ബ്ലെസ്ഡ് ഗേൾ ആവണം. അതിനവൾക്ക് ആവശ്യം അങ്ങയുടെ ബ്ലെസ്സിങ്സ്. ഈ അവസ്ഥയിൽ അവളെ കൈവിടരുത് പ്ലീസ്. ഡോക്ടർ, കല്യാണി കോമ സ്റ്റേജിൽ നിന്നും പൂർണ്ണമായും തിരികെ വന്നു. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഇത്ര പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടറായ ഞാൻ പോലും കരുതിയില്ല. ഇനി പേടിക്കാനൊന്നുമില്ല. ആള് ഇപ്പോ ഒരു മയക്കത്തില്ല. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്. വെൽക്കം. മോളെ കല്യാണി, കല്യാണി കണ്ണൂർ നോക്കി ധാരാ വന്നിരിക്കുന്നുണ്ടോ? ചേച്ചി കണ്ണൂർക്ക് ചേച്ചി. ഇപ്പൊ ഒരുപാട് സ്ട്രെയിൻ എടുപ്പിക്കണ്ട. ലെറ്റ് ഹെർ ടേക്ക് ഹെർ ഓൺ ടൈം. പതുക്കെ ഉണർന്നോളൂ. മോളെ കല്യാണി, അരവിന്ദ് നന്ദനെ കല്യാണം കഴിക്കാന്ന് സമ്മതിച്ചു. സന്തോഷായില്ലേ നിനക്ക്? അങ്ങനെ നീ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുക. കല്യാണി ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട, കിടന്നോളൂ. കല്യാണി റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പുറത്തിറങ്ങാം. വാ. നാളെ കല്യാണി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ഒരാളുണ്ടാവും തൃച്ചംബരത്ത്. കല്യാണി തൃച്ചംബരത്തേക്ക് തിരിച്ചു വന്നാ വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കില്ലെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ?